നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. 2 ലക്ഷം രൂപ പിഴയും അമ്മാവന് 3 വർഷം തടവും. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റലിലാണ് ചടങ്ങുകൾ. അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചേക്കും. കുടിയേറ്റം തടയുക, രാജ്യത്തിനും ക്രിമിനൽ സംഘങ്ങളെയും തുരത്തുക തുടങ്ങിയവയാകും ട്രംപിന്റെ ആദ്യ ദിവസത്തെ നീക്കങ്ങൾ. ശനിയാഴ്ച സെൻട്രൽ നൈജീരിയൻ ഇന്ധന ടാങ്ക് മറിഞ്ഞ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 70ആയി. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് തിരികെ നൽകാനുള്ള കരാറിൽ UK സർക്കാർ തൽക്കാലം ഒപ്പുവെക്കില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് സ്ഥിരീകരിച്ചു. തീരുമാനം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് നിയന്ത്രിക്കണമെങ്കിൽ UK-യിൽ ഇൻകപ്പാസിറ്റി ബെനിഫിറ്റ് സംവിധാനത്തിൽ ലേബർ പാർട്ടി സമൂലമായ അഴിച്ചുപണി നടത്തണമെന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് സാമ്പത്തികകാര്യ സമിതി. ഗാസ വെടിനിർത്തൽ ഭാഗമായി ഹമാസ് ബന്ദികളെ കൈമാറി തുടങ്ങി. ബ്രിട്ടീഷ് വംശജ എമിലി ധമാരിക്ക് ഇത് തന്റെ ജീവിതത്തിലേക്കുള്ള 2ാമത്തെ എൻട്രി. പിന്നാലെ 90 പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ഇസ്രായേൽ. രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമാവധി ആളുകൾ വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് അഭ്യർത്ഥിച്ച് രാഹുൽ ഗാന്ധി. ടെക്നോ പാർക്കിലെ ഫേസ് 2-വിലെ USD ഗ്രൗണ്ടിൽ നടന്ന 2 പ്രദർശന ക്രിക്കറ്റ് മത്സരങ്ങളിലും ബ്യൂറോക്രാറ്റുകളെ കീഴടക്കി ടെക്കികളുടെ ടെക്നോക്രാറ്റ് ടീം. വാർത്തകൾ വിശദമായി. വഞ്ചനയ്ക്കും കൊലയ്ക്കും 24-കാരി ഗ്രീഷ്മയ്ക്ക് കോടതി നൽകിയത് കൊടും കുറ്റവാളികൾക്കുള്ള പരമാവധി ശിക്ഷ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് 10 വർഷത്തെ തടവും അന്വേഷണത്തിന് വഴിതെറ്റിച്ചതിന് 5 വർഷത്തെ തടവുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കേസിലെ 3ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2ാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. കാമുകനായ ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബർ 14-ന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25-ന് ചികിത്സയിലിരിക്കെ ഷാരോണിന്റെ മരണം സംഭവിച്ചു. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റലിലാണ് ലോകം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ചടങ്ങുകൾ നടക്കുക. കടുത്ത ശൈത്യ കാലാവസ്ഥ പ്രവചിച്ചിരിക്കുന്നതിനാൽ ക്യാപ്റ്റൻ റോഡിലെ റോട്ടണ്ട ഹാളിലാകും സത്യപ്രതിജ്ഞ നടക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടൺ ട്രംപ് റാലി നടത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ തന്റെ ചരിത്ര വിജയത്തിന്റെ ഫലമാണ് ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിന്റെ പരിഹാരമെന്നും ട്രംപ് അവകാശപ്പെട്ടു. US ക്യാപിറ്റലിലെ മകുടത്തിനു താഴെയുള്ള ഹാളായ റോട്ടണ്ടയിലാണ് ചടങ്ങ്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വൈസ് പ്രസിഡന്റായ JD വാൻസും ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെനറ്റ് ചേംബറിനോടടുത്തുള്ള പ്രസിഡന്റിന്റെ മുറിയിലെത്തി ട്രംപ് രേഖകളിൽ ഒപ്പുവെക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചേക്കുമെന്ന് വിവരം. ജീവിത ചെലവ് ലഘൂകരിക്കുക, കുടിയേറ്റം തടയുക, ദേശീയ സുരക്ഷ ഉറപ്പാക്കുക മുതലായ കാര്യങ്ങളിലാകും ഈ ഉത്തരവ്. ദേശീയ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, തെക്കൻ അതിർത്തി സുരക്ഷിതമാക്കാൻ US സൈന്യത്തോടും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനോടും നിർദ്ദേശിക്കുക, രാജ്യത്തിൽ നിന്നും ക്രിമിനൽ സംഘങ്ങളെ തുരത്തുക തുടങ്ങിയവയാകും ട്രംപിന്റെ ആദ്യ ദിവസത്തെ നീക്കങ്ങൾ. വീഡിയോ ഷെയറിംഗിന് ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെ സംരക്ഷിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചേക്കുമെന്നാണ് വിവരം. ടിക്ടോക്കിനെ ഇനിയും ഇരുട്ടത്ത് നിർത്തരുതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിനെ നിയോഗിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ന് നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി ലോക രാഷ്ട്ര സാമ്പത്തിക നേതാക്കളും എത്തും. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ്, ബരാക് ഒബാമ, ഹിലരി ക്ലിന്റൺ, ശതകോടീശ്വരന്മാരായ ഇലോൺ മസ്ക്, മെറ്റ CEO
മാർക്ക് സക്കർബർഗ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, ആപ്പിൾ സിഇഒ ടിം കുക്ക്, ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാൻ, ആൽഫബെറ്റോ സിഇഒ സുന്ദർ പിച്ചൈ, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിനെത്തും. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ട്രംപിന്റെ വിശിഷ്ട അതിഥികളായെത്തും. ശനിയാഴ്ച സെൻട്രൽ നൈജീരിയയിൽ ഇന്ധന ടാങ്കർ മറിഞ്ഞ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 70ആയി. മറിഞ്ഞ ടാങ്കറിൽ നിന്നും ഇന്ധനം എടുക്കാൻ ഓടി എത്തിയവരാണ് മരണമടഞ്ഞവരിൽ മിക്കവാറും. തലസ്ഥാന നഗരിയായ അബുജയെ വടക്കൻ നഗരവുമായി ബന്ധിപ്പിക്കുന്ന റോഡിൽ 60,000 ലിറ്റർ ഗ്യാസോലിൻ കയറ്റിയ ട്രക്കർ അപകടത്തിൽപ്പെട്ടതായി നൈജീരിയൻ സ്റ്റേറ്റിലെ ഫെഡറൽ റോഡ് സേഫ്റ്റി കോർ തലവൻ കുമാർ സുക്വാം പറഞ്ഞു. മരണമടഞ്ഞവരിൽ കൂടുതലും തോട്ടിപ്പണിക്കാരാണ് എന്നും ഭൂരിഭാഗവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണെന്നും അധികൃതർ പറഞ്ഞു. നൈജീരിയയിൽ സർക്കാർ ഇന്ധന സബ്സിഡി എടുത്തു കളഞ്ഞതോടെ 18 മാസത്തിനുള്ളിൽ പെട്രോൾ വില 5 ഇരട്ടി വർദ്ധിച്ചു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് തിരികെ നൽകാനുള്ള കരാറിൽ UK സർക്കാർ ഒപ്പുവെക്കില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് സ്ഥിരീകരിച്ചു. തന്ത്രപരമായി പ്രാധാന്യമുള്ള ഡീഗോ ഗാർഷ്യോഫ് ബേറ്റിൽ UK പങ്കാളിത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് ട്രംപ് അനുകൂലികൾ വ്യക്തമാക്കിയത്. അടുത്ത തിങ്കളാഴ്ച ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ദ്വീപുകളുടെ ഭാവിയെക്കുറിച്ച് മൗറീഷ്യസുമായി ഒരു കരാർ ഉറപ്പിക്കുമെന്ന് ലേബർ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ UKയുടെ മികച്ച താൽപര്യങ്ങളും നമ്മുടെ ദേശീയ സുരക്ഷയും സംരക്ഷിക്കുന്ന ഒരു കരാറിന് മാത്രമേ സമ്മതിക്കൂ എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്ഷേമ ചെലവുകൾ വർദ്ധിക്കുന്നത് നിയന്ത്രിക്കണമെങ്കിൽ UKയിൽ ഇൻകപ്പാസിറ്റി ബെനിഫിറ്റ് സംവിധാനത്തിൽ ലേബർ പാർട്ടി സമൂലമായ അഴിച്ചുപണി നടത്തണമെന്ന് ക്രോസ് പാർട്ടി വെസ്റ്റ് മിനിസ്റ്റർ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. 2 മുൻ ട്രഷർ സ്ഥിരം സെക്രട്ടറിമാരും 1 മുൻ ചാൻസലറും ഉൾപ്പെടുന്ന ഹൗസ് ഓഫ് ലോർഡ്സ് സാമ്പത്തിക കാര്യ സമിതി വൈകല്യ ആനുകൂല്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ ചെലവുകൾ പരിഹരിക്കുന്നതിനും പ്രധാന പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും അറിയിച്ചു. ഇത്തരം വൈകല്യങ്ങൾ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറവ് കൊണ്ടുവരാതെ സമൂലമായ പരിശോധന നടത്തണമെന്ന് ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായ ടോറി പിയർ ജോർജ് ബ്രിഡ്ജ് പറഞ്ഞു. ഗാസ വെടിനിർത്തൽ എമിലി ധമാരിക്ക് തന്റെ ജീവിതത്തിലേക്കുള്ള 2ാമത്തെ എൻട്രിയാണ്. 471 ദിവസത്തെ ഹമാസിന്റെ തടവിനു ശേഷം ഗാസയിൽ അവശേഷിച്ച ബ്രിട്ടീഷ് ബന്ദി എമിലി ധമാരി കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ ഇസ്രയേൽ തിരിച്ചെത്തി. ബ്രിട്ടീഷ് ഇസ്രയേൽ സംയുക്ത പൗരത്വമുള്ള 28-കാരിയായ എമിലി ധമാരി ഞായറാഴ്ച ഹമാസ് വിട്ടയച്ച 3 സ്ത്രീകളിൽ ഒരാളാണ്. കിംബൂട്സിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 31-കാരി ഡോറൻ സ്റ്റേറ്റ് ബ്രിച്ചിലെ സംഗീത ഉത്സവത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 24-കാരി റോമി ഗോനൻ എന്നിവരെയും വിട്ടയച്ചു. ആയുധധാരികളായ ഹമാസ് പടയാളികളിൽ നിന്നും ഏറ്റുവാങ്ങിയ സ്ത്രീകളെ ഗാസയിൽ നിന്നും അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഇസ്രായേൽ അതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തങ്ങളുടെ പെൺമക്കളെ നേരിട്ടു കാണാൻ ഇസ്രയേൽ അവരുടെ അമ്മമാരെ അതിർത്തിയിലേക്ക് എത്തിച്ചിരുന്നു. ഇസ്രയേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ 90 പലസ്തീൻ തടവുകാരെ വിട്ടയച്ച ഇസ്രയേൽ 69 സ്ത്രീകളെയും 21 കുട്ടികളെയുമാണ് മോചിപ്പിച്ചത്. അടുത്തിടെയാണ് ഇവരെ ഇസ്രയേൽ തടവിലാക്കിയത്. എന്നാൽ വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള പലസ്തീനുകളുടെ മോചനം വൈകുന്നു എന്ന് ആരോപിച്ച് ജയിലിന് പുറത്ത് ഒരു കൂട്ടം പലസ്തീനുകൾ തമ്പടിച്ചിരുന്നു. മോചനം പ്രതീക്ഷിച്ച് ജയിൽ പരിസരത്ത് തടവുകാരുടെ ബന്ധുക്കൾ ഇവരെ എപ്പോൾ വിട്ടുകിട്ടുമെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല. അതോടൊപ്പം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഖത്തറിന് നന്ദി പറഞ്ഞ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മധ്യസ്ഥ ചർച്ചകളിൽ ഖത്തർ നിർണായക പങ്കുവഹിച്ചെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ബ്ലിങ്കൻ ഖത്തറിന് നന്ദി അറിയിച്ചു. സമാധാനം നിലനിർത്തുന്നതിന് ഇനിയും ഖത്തറിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ശ്രമം ഉണ്ടാകുമെന്നും ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. ടിക്ടോക്ക് ഉപയോക്താക്കൾക്ക് പൂച്ചകളുടെയോ നൃത്തത്തിന്റെയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് UKക്ക് സുരക്ഷാ ഭീഷണിയില്ലെന്ന് ലേബർ സർക്കാർ. ചൈനയുടെ ഉടമസ്ഥതയിലുള്ള വീഡിയോ പ്ലാറ്റ്ഫോം നിരോധിക്കേണ്ടതില്ല എന്ന സർക്കാരിന്റെ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് പറഞ്ഞു. ചൈനയോടുള്ള ബ്രിട്ടന്റെ സമീപനം ടൗണിംഗ് സ്ട്രീറ്റ് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവും തമ്മിലുള്ള പിരിമുറുക്കത്തിന്റെ തുടക്കമിടുമോ എന്ന അഭിമുഖങ്ങൾക്കിടെയാണ് ബ്രിട്ടന്റെ നിലപാട് വ്യക്തമാക്കൽ. ദേശീയ സുരക്ഷയ്ക്കോ ഡാറ്റ സ്വകാര്യതയ്ക്കോ ടിക്ടോക്ക് ഒരു തടസ്സമല്ലെന്ന് ബ്രിട്ടനും അതിനുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെന്നും ഡാരൻ ജോൺസ് പറഞ്ഞു. ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിൽ കുറ്റം സംബന്ധിച്ച് അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ ഷരീഫ് ഇസ്ലാം ഷെയ്ഖ് സാദ് മുഹമ്മദ് താൻ കുറ്റം ചെയ്തു എന്ന് പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ച് സെയ്ഫ് അലി ഖാൻ എന്തായാലും സംഭവത്തിനു ശേഷം സുഖം പ്രാപിച്ചു വരികയാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ട്രസ്റ്റ് വഴിയുള്ള സംഭാവനകൾ വൻ കുതിപ്പ്.
കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രൂഡന്റ് ട്രസ്റ്റ് വഴി മാത്രം 1075.70 കോടിയാണ് പാർട്ടിക്ക് കിട്ടിയത്. അതിന് തൊട്ടു മുമ്പുള്ള വർഷം 263 കോടിയായിരുന്നു ലഭിച്ചത്. പ്രൂഡന്റ് ട്രസ്റ്റ് വഴി ആകെ ലഭിച്ചതിൽ ഭൂരിഭാഗവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. പ്രൂഡന്റിന് ലഭിച്ച തുക 6 പാർട്ടികൾക്കാണ് ലഭിച്ചത്. BJPക്ക് 723.8 കോടിയും കോൺഗ്രസിന് 156.4 കോടിയും BRSന് 85 കോടി, YSR കോൺഗ്രസിന് 72.5 കോടി, DDPക്ക് 33 കോടി, ജനസേന പാർട്ടിക്ക് 5 കോടി. ബോണ്ട് പദ്ധതി നിലവിൽ വന്ന 2018 മുതൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവനകൾ കുറഞ്ഞിരുന്നു. രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിജ്ഞാബദ്ധതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാങ്കേതിക വിദ്യയുടെ മികവുകളെല്ലാം കമ്മീഷൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. 25-ന് സ്ഥാപക ദിനം ദേശീയ വോട്ടർ ദിനമായി ആഘോഷിക്കുന്ന കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചത്. രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ 75-ാം വാർഷികം ആയതിനാൽ ഇത്തവണ ആഘോഷം സവിശേഷമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരമാവധി ആളുകൾ വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് അഭ്യർത്ഥിച്ച് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രചരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിന് എതിരായ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്നും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രചരണത്തിനായി വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. മോദി സർക്കാർ ദരിദ്രരോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി തന്റെ തൊഴിലാളി വർഗ സഹപ്രവർത്തകരോടും യുവാക്കളോടും ഈ പ്രചരണത്തിൽ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചു. ചില കുത്തക ശക്തികളെ കൂടുതൽ സമ്പന്നരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് RJD ബന്ധത്തിൽ മഞ്ഞുരുകി ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ ഇന്ത്യ സഖ്യം ഒരുങ്ങുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. മമതാ ബാനർജിയെ സഖ്യ നേതാവാക്കണമെന്ന് ലാലു ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് RJD ബന്ധം ഉലഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. ഈ അവസരത്തിലാണ് രാഹുൽ ലാലുവിന്റെ വീട്ടിലെത്തി അരമണിക്കൂറോളം ചെലവഴിച്ചത്. പാർട്ടി ശക്തമാകുന്നതിനൊപ്പം BJP വിരുദ്ധ ചേരി വിശാലമാക്കണമെന്ന നിർദ്ദേശത്തോടെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. പ്രമേയം അടുത്ത മാസം 1-ന് ചർച്ചകൾക്കായി പാർട്ടി ഘടകങ്ങൾക്ക് കൈമാറും. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് പാർട്ടി കോൺഗ്രസ്. കരട് പ്രമേയത്തിന് പുറമെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലും ചർച്ച നടന്നതായി CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും CPM ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീമും പറഞ്ഞു. ഒറ്റ തെരഞ്ഞെടുപ്പ് നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തും. ഇന്നലെ നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ ഉയർന്നത്. VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് I ഗ്രൂപ്പിൽ നിന്നും KC വേണുഗോപാൽ പക്ഷത്തു നിന്നും ഉയർന്നിരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ 60 മണ്ഡലങ്ങൾ പിടിക്കണമെന്നായിരുന്നു. അതിനായി സജ്ജീകരണങ്ങൾ ഒരുക്കിയെന്നുമുള്ള സതീശന്റെ വാക്കുകളാണ് തർക്കത്തിന് വഴിവെച്ചത്. ഇതിനിടെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം അറിയാൻ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തും. CPM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ തടഞ്ഞുവെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കലാരാജുവിന്റെ മക്കൾ നൽകിയ പരാതിയിൽ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി CPM ഏരിയ സെക്രട്ടറി PB രതീഷ്, നഗരസഭാ അധ്യക്ഷൻ വിജയശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവരുൾപ്പെടെ 45 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകര കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നും പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഈ അസുഖങ്ങൾ മരണകാരണമാകുമോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആന്തരിക പരിശോധനാ ഫലം ലഭിക്കണമെന്നും ഫോറൻസിക് ഡോക്ടർ വ്യക്തമാക്കി. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു.
ഗോപന്റെ സമാധി പ്രഖ്യാപനം വിവാദമാവുകയും കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട അടച്ചു. തിരുവാഭരണവുമായി മടക്കഘോഷയാത്ര തുടങ്ങി. രാവിലെ നട തുറന്ന നിർമ്മാല്യത്തിനു ശേഷം രാജപ്രതിനിധിയുടെ ദർശനത്തിനായി അയ്യപ്പനെ ഒരുക്കി. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 105.51 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.46 രൂപ, ഒരു യൂറോ 89.21 രൂപ, ഒരു പൗണ്ട് 1.22 US ഡോളർ. ജാവലിൻ ത്രോ താരവും ഇരട്ട ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ നീരജ് ചോപ്ര വിവാഹിതനായി. സോനിപത്തിൽ നിന്നുള്ള ഹിമാനി മോർ ആണ് വധു. ഇപ്പോൾ അമേരിക്കയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഹിമാനിയെ വിവാഹം കഴിച്ചതായി 27-കാരനായ ചോപ്ര തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. നാട്ടിൽ വെച്ചാണ് വിവാഹം നടന്നതെന്നും ഇരുവരും ഹണിമൂൺ പോയെന്നും നീരജിന്റെ അമ്മാവൻ ഫീം പറഞ്ഞു. ടെക്നോ പാർക്ക് ഫേസ് 2-വിലെ USD ഗ്രൗണ്ടിൽ നടന്ന 2 പ്രദർശന ക്രിക്കറ്റ് മത്സരങ്ങളിലും ബ്യൂറോക്രാറ്റുകളെ കീഴടക്കി ടെക്കുകളുടെ ടെക്നോക്രാറ്റ് ടീം. ടെക്നോ പാർക്കിലെ വിവിധ IT കമ്പനികളിലെ ജീവനക്കാരടങ്ങുന്ന ടെക്നോക്രാറ്റ്സ് ടീമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സാംബശിവ റാവു നയിച്ച ബ്യൂറോക്രാറ്റുകളുടെ ടീമിനെ നേരിട്ടത്. കായിക വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് P, ധനകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സച്ചിൻ കുമാർ യാദവ്, NHM മിഷൻ ഡയറക്ടർ വിനയ് ഗോയൽ, തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ BV വിജയ് ഭാരത് റെഡ്ഡി, അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരി എന്നിവരടങ്ങുന്നതാണ് ബ്യൂറോക്രാറ്റിക് ടീം. 2 മത്സരങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ടെക്നോക്രാറ്റ്സ് ടീമിലെ അജാസ് ബഷീർ, സച്ചിൻ വൈറ്റ്മാൻ എന്നിവർ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. 2 ലക്ഷം രൂപ പിഴയും അമ്മാവന് 3 വർഷം തടവും. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റലിലാണ് ചടങ്ങുകൾ. അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചേക്കും. കുടിയേറ്റം തടയുക, രാജ്യത്തിനും ക്രിമിനൽ സംഘങ്ങളെയും തുരത്തുക തുടങ്ങിയവയാകും ട്രംപിന്റെ ആദ്യ ദിവസത്തെ നീക്കങ്ങൾ. ശനിയാഴ്ച സെൻട്രൽ നൈജീരിയൻ ഇന്ധന ടാങ്ക് മറിഞ്ഞ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 70ആയി. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് തിരികെ നൽകാനുള്ള കരാറിൽ UK സർക്കാർ തൽക്കാലം ഒപ്പുവെക്കില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് സ്ഥിരീകരിച്ചു. തീരുമാനം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് നിയന്ത്രിക്കണമെങ്കിൽ UKയിൽ ഇൻകപ്പാസിറ്റി ബെനിഫിറ്റ് സംവിധാനത്തിൽ ലേബർ പാർട്ടി സമൂലമായ അഴിച്ചുപണി നടത്തണമെന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് സാമ്പത്തികകാര്യ സമിതി. ഗാസ വെടിനിർത്തൽ ഭാഗമായി ഹമാസ് ബന്ദികളെ കൈമാറി തുടങ്ങി. ബ്രിട്ടീഷ് വംശജ എമിലി ധമാരിക്ക് ഇത് തന്റെ ജീവിതത്തിലേക്കുള്ള 2ാമത്തെ എൻട്രി. പിന്നാലെ 90 പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ഇസ്രായേൽ. രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമാവധി ആളുകൾ വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് അഭ്യർത്ഥിച്ച് രാഹുൽ ഗാന്ധി. ടെക്നോ പാർക്കിലെ ഫേസ് 2-വിലെ USD ഗ്രൗണ്ടിൽ നടന്ന 2 പ്രദർശന ക്രിക്കറ്റ് മത്സരങ്ങളിലും ബ്യൂറോക്രാറ്റുകളെ കീഴടക്കി ടെക്കുകളുടെ ടെക്നോക്രാറ്റ് ടീം. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.